ഇങ്ങനെ വെക്കട്ടെ. ഇപ്പൊ ഞാനുണ്ടാ കുറച്ച് ഹലോ ഗൈസ്, നമ്മൾ ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ആൻഡ് ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പൊ നമ്മള് 8 ടിക്കറ്റ്സും 8 ലേഡീസും 9ാമത്തത് ഡാനിയൽ അച്ഛനുള്ള സിംഗിൾ. അത് എന്തുവാണ് ഒന്ന് ഹലോ ഗൈസ്. അപ്പൊ ഡാനിയൽ ചേട്ടൻ തന്നെ പോകേണ്ടി വരും. ബുക്ക് ചെയ്തു തന്നെ ആഘോഷിക്കണ്ടേ? അല്ല, ഞാൻ ഒരുമിച്ച് ടിക്കറ്റ് സെപ്പറേറ്റ് ആണ്. ടിക്കറ്റിന്റെ വില സെപ്പറേറ്റ്. ഫോണിങ്ങോട്ട് നന്നായി എടുക്കുന്നില്ലേ? പറഞ്ഞോ. ഹലോ ഗൈസ്, നമ്മൾ ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഇവിടെ പ്രാക്ടീസ് ഉണ്ട്. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ഹോളി സെലിബ്രേറ്റ് ചെയ്യാം. പറയേണ്ടി വരും. Dear Ria, your booking is confirmed. ഹലോ ഗൈസ്, ഇന്നത്തെ പ്രോഗ്രാം പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമ്മൾ ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഇന്ന് നമ്മൾ പതിവിലും നേരത്തെ കോളേജിൽ റിപ്പോർട്ട് ചെയ്തു. ബിക്കോസ് ഇത് പ്രോപ്പറായിട്ട് കാണിച്ചെടുത്താലേ ടീച്ചർ നമ്മളെ പെട്ടെന്ന് വിടൂ. അതുകൊണ്ട് എല്ലാവരും ഫുൾ എഫേർട്ട് എടുത്തിട്ട് കൊറിയോഗ്രാഫിയൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള തന്ത്രപ്പാടിലായിരുന്നു സുഹൃത്തുക്കളെ. ഫൈനലി ഒരു 12:30 നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇന്ന് ഹോളി ആയതുകൊണ്ട് തന്നെ കോളേജ് അവധിയായിരുന്നു. എല്ലാവരെയും ഒന്നും അകത്തേക്ക് വിടുന്നുണ്ടായില്ല. ഫുൾ ചെക്കിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഇന്ന് പ്രോഗ്രാം പ്രാക്ടീസ് ഉള്ളത് കൊണ്ടാണ് കോളേജിൽ വന്നത്. അതുകൊണ്ടാണ് കോളേജ് ഫുൾ ഇന്ന് എംപ്റ്റി ആയിട്ട് കാണുന്നത്. കോളേജിൽ നിന്ന് ഇറങ്ങി ഞാനും പാറുവും കൂടെ പാറുവിൻ്റെ PGൻ്റെ അടുത്ത് പോയപ്പോൾ പാറുവിൻ്റെ തലയിൽ വാട്ടർ ബലൂൺ എറിഞ്ഞു പൊട്ടിച്ചു ഗൈസ്. അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ഐശുവിൻ്റെ PGൻ്റെ അടുത്ത് പോയപ്പം പന്തം കൊളുത്തി പടാന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ നമ്മളെ വളഞ്ഞിട്ട് ഹോളി സെലിബ്രേറ്റ് ചെയ്യിപ്പിച്ചു ഗൈസ്. Happy Holi. Let's go Lalla. Happy Holi. Happy Holi. Thank you. Happy Holi. Happy Holi dear. ഇവിടെ അടി ആടി തുറന്നു കൊടുക്കടി. അങ്ങനെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തിറങ്ങിയാൽ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഒരു കടയിൽ കയറിയിട്ട് എല്ലാവർക്കും ടീഷർട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നന്ദനൻ്റെ ഒക്കെ റൂമിലെത്തി ഗൈസ്. ഇനി ഇവിടുന്ന് ഡ്രസ്സൊക്കെ മാറി ലഞ്ച് കഴിച്ചിട്ട് ഏകദേശം ഒരു 1:30 ഇറങ്ങാനാണ് നമ്മളുടെ പ്ലാൻ. പാന്റ് മാറ്റണം. തിന്ന് ആ ഉടുപ്പ് ഇട്ടിരിക്കും. ആ പോയി എടുത്ത് തിന്ന്.
നമ്മളങ്ങനെ പെട്ടെന്ന് റെഡിയായി സുഹൃത്തുക്കളെ. ആക്ച്വലി ഇവിടെ 7-8 പേരുണ്ട്, ആകെ ഒരു മിററും ഉണ്ട്. അതുകൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ ആൾക്കാർ ക്യൂ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഗൈസ് നമ്മളെല്ലാവരും ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഓൺ ടൈം ഇറങ്ങുന്നത്. നമ്മൾ ഇന്ന് ക്യാബിലാണ് പോകുന്നത്. അപ്പം കയ്യിലെണ്ണാവുന്നതിനെക്കാട്ടും കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് 2 ക്യാബിലായിട്ടാണ് നമ്മൾ പോയത്. ഞാനും നിത്യയും ഐഷുവും പാറുമായിരുന്നു ഈ ക്യാബിലുണ്ടായത്. പിന്നെ ഭാഗ്യവശാൽ നമുക്ക് കിട്ടിയ ഡ്രൈവറും മലയാളിയായിരുന്നു ഗൈസ്. പ്രാക്ടീസൊക്കെ കഴിഞ്ഞിറങ്ങിയതിനെ കൊണ്ട് നമ്മളെല്ലാവരും കുറച്ച് ടയേർഡായിരുന്നു. പിന്നെ ഭയങ്കര വെയിൽ, ഒടുക്കത്തെ ട്രാഫിക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളൊരു ചെറിയ യാത്രയ്ക്ക് ശേഷം ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആൻഡ് നമ്മളായിരുന്നു ആദ്യം വന്നത്. സോ നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ കാണുന്ന ഗ്ലാം സ്റ്റുഡിയോസ് അല്ല, ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ കാണുന്ന സ്കൈ ഗാർഡനിലാണ് നമ്മൾ വന്നത്. ഇവിടുത്തെ റൂഫ് ടോപ്പിൽ വെച്ചാണ് നമ്മൾ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താ ആര് നമ്മുടെ മൈൻഡ് നടന്നപ്പോൾ പുള്ളിക്ക് മനസ്സിലായി നമുക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അങ്ങനെ പിന്നെ തിരിച്ചു കൊടുക്കും. ഞാൻ പേടിച്ചിട്ടോ. നിങ്ങളെ ആരും എറിഞ്ഞിട്ടില്ല, കളറാക്കിയിട്ടില്ല പോകുന്ന വഴിക്ക്? നിങ്ങളുടെ PGന്റെ സൈഡാന്ന് തോന്നുന്നു ഫുൾ ആൾക്കാർ. നമ്മളെ അറിയുന്നതല്ല, PGന്റെ സൈഡിൽ നിറച്ച് ആൾക്കാരാണ്. ഒരു 15 മിനിറ്റിൻ്റെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ എല്ലാവരും എത്തിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ നേരെ വെച്ച് പിടിച്ചു. നമ്മൾ ആ ഹോട്ടലിൻ്റെ റൂഫിലെത്തി അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ഹോള് നടക്കുന്ന സ്ഥലത്തോട്ട് നീങ്ങി ഗൈസ്. അവിടെ പോയപ്പോഴാണ് ശോകം അവസ്ഥ ഗൈസ്. പിന്നെ നമ്മൾ പോയിട്ടാണ് അവിടെ ചെറുതായിട്ടൊന്ന് ഓണാക്കിയത്. ചെറുതായിട്ടല്ല, വലിയ തോതിൽ ഓണാക്കിയത് ഗൈസ്. ഏതാണ്ട് ഒരു മണിക്കൂറോളമൊക്കെ ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരുടെയും എനർജി ഡ്രെയിൻ ആയി ഗൈസ്. കാരണം നമ്മൾ അത്ര ആർമാദിച്ചാണ് കളിച്ചത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് വിശപ്പായപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ പാസ്സൊക്കെ വെച്ച് ഫുഡൊക്കെ മേടിച്ചിട്ട് നമ്മൾ കഴിക്കാനായിട്ട് നീങ്ങി. ഇത്ര എനർജി പോയിട്ടും പൊന്നൂസിന് മാത്രം ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ എനർജി വീണ്ടെടുത്തതിന് ശേഷം നമ്മളുടെ സെക്കൻഡ് റൗണ്ട് ഓഫ് ആർമാദിക്കൽ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. Delegate to all my friends out here, everybody this. പൈസ കാരണം വയ്യ, എന്തൊരു കഷ്ടാ. കുറച്ച് പൈസ നമ്മൾ ആ കീറി എറിഞ്ഞ പേപ്പർ കൊണ്ട് മേടിച്ച ഫുഡാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഭയങ്കര റേറ്റ് ആയിരുന്നു. ഒരു സ്പ്രൈറ്റിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് 300 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോലും ഇത്ര റേറ്റ് ഉണ്ടാവില്ല ഫുഡിന്. അങ്ങനെ സ്വന്തം വീട്ടുകാർക്ക് പോലും കണ്ടാൽ മനസ്സിലാകാൻ പറ്റാത്തൊരു കോലത്തിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ ബാംഗ്ലൂർ തെരുവിലൂടെ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗൈസ്. സോ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അഡിയോസ് അമിഗോസ് ഫ്രം മീ ആൻഡ് ഐഷു.